ഹായ് ഓൾ, സെക്കൻഡ് പാർട്ട് ഓഫ് മൈ ട്രാവൽ വ്ലോഗ്. നമ്മൾ ഫ്ലൈറ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ദാഹിമ കിടന്നുറങ്ങി. എനിക്കായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഫ്ലൈറ്റ് ജേണി എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ നല്ല എക്സൈറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും അത്ര ഫീൽ ചെയ്തില്ല കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ജിദ്ദയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, നമ്മൾ എക്സ്പ്രസ്സിലായിരുന്നു കേട്ടോ യാത്ര ചെയ്തിരുന്നത്. എയർ ഇന്ത്യ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. എയർ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ എനിക്ക് ടൈമിങ്ങിന്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫൈനലി കണ്ടുപിടിച്ചു. ഇക്ക നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇക്ക മാത്രമല്ല, എൻ്റെ ഉപ്പയും എൻ്റെ കസിനും വൈഫും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ഞാൻ ബത്തിനെ കാണുന്നില്ല. ബത്തി വേറെ സൈഡിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് കാണാത്തപ്പോൾ ഞാനൊന്ന് ടെൻഷനായി. പിന്നെ ഞാൻ ദൂരത്തുനിന്ന് വരുന്നത് കണ്ടിട്ടോ. വരാതിരിക്കില്ല എന്ന് എനിക്കറിയാം. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഫൈനലി വി ആർ ടുഗദർ അഗെയിൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1 year ആയി കണ്ടിട്ട്. അൽഹംദുലില്ലാ, വീണ്ടും സൗദിയിലേക്ക് വരാൻ പറ്റുന്ന ഒരിക്കൽ പോലും വിചാരിച്ചതല്ല. വീണ്ടും സൗദിയിലേക്ക് വരാൻ പറ്റി, മാഷാ അല്ലാ. എൻ്റെ കസിനും വൈഫും ഇവിടെ സൗദിയിലുണ്ട്. അപ്പോൾ അവരും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരുടെ കൂടെയാണ് റൂമിലേക്ക് പോയത്. അങ്ങനെ അവർ നമ്മളെ റൂമിലാക്കിയിട്ട് അവർ തിരിച്ചു പോയി. ഇൻഷാ അല്ലാ, ഇനി ജിദ്ദ എന്നുള്ള വ്ലോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.